തെരീക്കത്തിന്റെ ഇമാമമാര് നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും. എന്തിനാ ഇത്ര ഈ മുരീദന്മാരായി നടക്കുന്നത്? എന്തിനാ അതിന്റെ ആവശ്യം? നേരിട്ട് പടച്ചോനോട് പറഞ്ഞാൽ പോലെ. ഞാനതിൻ്റെ ആളാ. അപ്പൊ അതുകൊണ്ട് നാസർ സാഹിബ് മലയാളത്തിൽ പറഞ്ഞു ഇടയാളന്മാർ വേണ്ട. തരീഖത്തിന്റെ ഒരു ഇമാമും നമുക്ക് ആവശ്യമില്ല. അദ്ദേഹം അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു. നമ്മൾ കളിക്കുമ്പോൾ മശായിഖന്മാരോട് കൊണ്ടും അവരെ കൊണ്ടും കളിക്കേണ്ടതില്ല. മറിച്ച് നമുക്ക് തമാശ പറയാൻ വേറെ പലതുമുണ്ട്, ഉദാഹരണം പറയാൻ പലതുമുണ്ട്. പക്ഷേ മശായിഖന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഇമാമിങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതില്ലായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഇൽമു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് അയാൾ കയറിയെത്തിയിട്ടുണ്ടാകാം. പക്ഷേ അയാൾ ഇൽമു പഠിച്ചിട്ടില്ല. അദ്ദേഹത്തോട് നമുക്ക് വിരോധമൊന്നുമില്ല, സഹതാപുണ്ട്. ഇൽമു പഠിച്ചില്ലല്ലോ എന്നുള്ള സഹതാപുണ്ട്. പഠിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത്തരം വാക്കുകൾ പറയുകയില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം രണ്ടാമത് പറഞ്ഞ എന്താണ്? നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിൻ്റെ ആളാ, ഇടയാളന്മാർ വേണ്ടെന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത്. അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ട്? അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? അദ്ദേഹം അതിനെ സംബന്ധിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആയത്തറിയാമോ? ഹദീസ് അറിയാമോ? ഞാൻ പറയട്ടെ, 20ഓളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. 20ഓളം ഖുർആനിലെ ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ച 20ഓളം ആയത്തുകൾക്കെതിരാണ് പറഞ്ഞ ആശയം. മശായിഖന്മാരെന്ന് പറയുന്നത് അവർ യഥാർത്ഥത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരിയായ ആശയം സമൂഹത്തിന് എത്തിച്ചു കൊടുത്ത ഗുരുനാഥന്മാരാണ്. വതരീഖു കുല്ലി മശായിഖിൻ ഖദ് ഖുയ്യിദത് ബികിതാബി റബ്ബി വൽ ഹദീസ് തഅസ്സുലാ. മഹാനായ സൈനുദ്ദീൻ അൽ മഅ്ബരി റളിയല്ലാഹു അൻഹു കിതാബുൽ അദ്കിയായിൽ ചൊല്ലിയത് അതാണ്. എല്ലാ മശായിഖന്മാരുടെയും വഴി എന്ന് പറയുന്നത് അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ്. ഖുർആനും ഹദീസും പഠിപ്പിച്ച ആശയങ്ങളാണ് ഇവിടെ എല്ലാ മശായിഖന്മാരും പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ഇബ്രാഹിം അദ്ദസൂഖി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അഹ്മദുൽ ബദവി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അബുൽ ഹസൻ അശ്ശാദിലി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്തിൽ അജ്മീനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മുതൽ സുഹൃത്തുക്കളെ ഇപ്പോൾ നാം പ്രത്യേകിച്ച് അനുസ്മരിക്കുന്ന സയ്യിദ് അലവിൽ മംബുറമി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ വരെ, അതിൻ്റെ ശേഷവും മുമ്പുള്ള ഏതെല്ലാം മശായിഖന്മാരുണ്ടോ, ത്വരീഖത്തിന്റെ മശായിഖന്മാരെന്ന് പറയും. അതായത് അള്ളാഹുവിൻ്റെ വഴിയിൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വഴിയിൽ ജനങ്ങളെ നയിച്ച മശായിഖന്മാർ, ഗുരുനാഥന്മാർ, അവരാണ് ശരിയായ ശൈഖന്മാരെന്ന് പറയുന്നത്. ആ ശൈഖന്മാരായ ആളുകൾ മുഴുവനും വതരീഖു കുല്ലി മശായിഖിൻ ഖദ് ഖുയ്യിദത് ബികിതാബി റബ്ബി വൽ ഹദീസ് തഅസ്സുലാ. എൻ്റെ റബ്ബിന്റെ ഖുർആൻ കിതാബ് അനുസരിച്ചും അതുപോലെ ഹദീസുകൾ അനുസരിച്ചും മാത്രം ജനങ്ങളെ നയിച്ചവരാണ് യഥാർത്ഥത്തിലുള്ള എല്ലാ മശായിഖന്മാരും. ആ മശായിഖന്മാരെ കൊച്ചാക്കി കാണുന്നവർ ഉണ്ട്, ശൈഖന്മാരെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്നവർ ഉണ്ട്. ഞാൻ ഈ അടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു ജില്ലയിലുള്ള ഗ്രൂപ്പ് വഴക്കിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം തരീഖത്തിന്റെ ഒരു ഇമാമും നമുക്ക് ആവശ്യമില്ല എന്നൊരു വാക്ക് പറഞ്ഞതായി എനിക്കാരോ കേൾപ്പിച്ചു തന്നു. അദ്ദേഹം അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു. നമ്മൾ കളിക്കുമ്പോൾ മശായിഖന്മാരോട് കൊണ്ടും അവരെ കൊണ്ടും കളിക്കേണ്ടതില്ല. മറിച്ച് നമുക്ക് തമാശ പറയാൻ വേറെ പലതുമുണ്ട്, ഉദാഹരണം പറയാൻ പലതുമുണ്ട്. പക്ഷേ മശായിഖന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഇമാമിങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതില്ലായിരുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദീനു വൻ നസീഹ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് നസീഹത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഹദീസിൽ പഠിപ്പിക്കുന്നത് തന്നെ അള്ളാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം അള്ളാഹുവിന് വകവെച്ചു കൊടുക്കണം. നമുക്കെല്ലാവർക്കും അറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. അത് വിശ്വസിക്കാത്തവൻ മുസ്ലിം അല്ല. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അവർ സമ്മതിക്കാതിരുന്ന ഒരാശയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ്. ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവരത് അംഗീകരിക്കൂല, അവരഹങ്കാരം കാണിക്കും. വയഖൂലൂന അഇന്നാ ലതാരികു ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് അവർ പറഞ്ഞത് അദ്ദേഹം ഒരു പാട്ടുകാരൻ, അദ്ദേഹം ഒരു പാട്ടുകാരൻ, അദ്ദേഹം ഭ്രാന്തൻ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തി അന്ന് മുശ്രിക്കുകൾ സംസാരിച്ചു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞയച്ച അവന്റെ റസൂലാണ്, അള്ളാഹുവിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യവർത്തിയാണ് എന്നത് അംഗീകരിക്കാൻ മക്കയിലെ മുശ്രിക്കുകൾ തയ്യാറായില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാട്ടുകാരനായി ചിത്രീകരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തി സംസാരിച്ചു. അതുകൊണ്ടാണല്ലോ അവർ മുശ്രിക്കുകളാകാൻ ഒരു കാരണം. മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ല എന്ന സുന്ദരമായ ആശയത്തെ അവർ ചോദ്യം ചെയ്തു. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഒരൊറ്റ ദൈവമാക്കുകയോ? അങ്ങനെയല്ല, ദൈവം കുറേയുണ്ട് എന്നവർ വാദിച്ചു. അതുകൊണ്ടാണല്ലോ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. സഹായം കിട്ടാൻ വേണ്ടി വേറെയും കുറെ ദൈവങ്ങളുണ്ടെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പലതിൻ്റെയും സഹായം അവർ പ്രതീക്ഷിച്ചു. അതിനെ ഖുർആൻ നിഷേധിക്കുകയാണ്. അതേ സമയത്ത് അല്ലാഹുവിന്റെ സഹായം മലക്കുകൾ മുഖേന ലഭിക്കുന്നുണ്ട്, അമ്പിയാക്കൾ മുഖേന ലഭിക്കുന്നുണ്ട്, ഔലിയാക്കൾ മുഖേന ലഭിക്കുന്നുണ്ട്, പണ്ഡിതന്മാര് മുഖേന ലഭിക്കുന്നുണ്ട്, പോലീസുകാര് മുഖേന ലഭിക്കുന്നുണ്ട്, അതുപോലെ കോടതി മുഖേന ലഭിക്കുന്നുണ്ട്, ഭരണാധികാരി മുഖേന ലഭിക്കുന്നുണ്ട്. അതുപോലെ പല സഹായങ്ങളും പലർക്കും ലഭിക്കുന്നുണ്ട്. പല സമുദായങ്ങൾക്കും നമ്മുടെ കേരളത്തിലെ സർക്കാർ തന്നെ ഭൂമി തന്നെ വിഭജിച്ചു കൊടുത്തത് നമുക്കറിയാം. പക്ഷേ മുസ്ലിം സമുദായം അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. കാരണം എന്തുകൊണ്ട്? അവർക്കുള്ള അവരുടെ ദുസ്സഹാവസ്ഥയിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്താൻ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ടവർക്ക് ഭൂമി പതിച്ചു കൊടുത്തെങ്കിൽ അതിനെ ഒരു മുസ്ലിമും ചോദ്യം ചെയ്തിട്ടില്ല. അതേസമയത്ത് ഒരു സെന്റ് ഭൂമി ഇന്ന് വരെ മുസ്ലിം സമുദായത്തിന് സർക്കാർ പ്രത്യേകം തന്നിട്ടില്ല. മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പിരിച്ച് അങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാരും അസൂയ വെക്കേണ്ടതില്ല. അതിനെ സംബന്ധിച്ച് ആരും മുസ്ലിം സമുദായം എന്തോ നേടി എന്ന് പറയേണ്ട ആവശ്യവും ഇല്ല. നേടിയതാരാണെന്ന് എല്ലാവർക്കും കണക്കുകൾ നിരത്തിവെക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ആ കണക്കുകൾ ഗവൺമെന്റ് നിരത്തിവെക്കട്ടെ. എന്നിട്ട് അത്തരത്തിലുള്ള ധ്രുവീകരണ പ്രവർത്തനങ്ങൾക്ക് അവർ തന്നെ കടിഞ്ഞാണിടട്ടെ എന്നാണ് മുസ്ലിം പണ്ഡിതന്മാർക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സഹായം പലപ്പോഴും സഹായിക്കേണ്ടവർ സഹായിക്കണം. നിങ്ങൾ കണ്ടില്ലേ, ബദർ യുദ്ധം നടക്കുന്നു. ആ ബദർ യുദ്ധത്തിൽ സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്വന്തമായി സഹായിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചാൽ അവൻ മുസ്ലിമാകുമോ? നമ്മുടെ വിശ്വാസം എന്താണ്? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്നല്ലാതെ സഹായം ഇല്ല എന്നാണ്. എല്ലാ സഹായവും അല്ലാഹുവിങ്കിൽ നിന്നാണ്. പക്ഷെ അല്ലാഹുവിന്റെ സഹായം അവന്റെ സിദ്ധികൾ മുഖേന കൊടുക്കും. അതാണ് മരുന്ന് മുഖേന. ഞാനിപ്പോൾ ഇവിടെ വരുമ്പോ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ നിന്ന് മലർന്നു കിടന്ന് എൻ്റെ 2 കണ്ണിലും മരുന്നിട്ടിച്ചു. കാരണം കണ്ണിന് ചെറിയ ചൊറിയുണ്ട്, കൂടുതൽ ഉറക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ നീണ്ട പ്രസംഗം നടത്തുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ അതിന് മരുന്നിന്റെ സഹായം, പക്ഷെ അത് അള്ളാഹുവിന്റെ സഹായമാണ്. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു മരുന്നും ഇവിടെ രോഗം സുഖപ്പെടുത്തുകയില്ല, ഒരു ഡോക്ടറും സുഖപ്പെടുത്തുകയില്ല. അള്ളാഹു വെച്ചൊരു നിമിത്തമാണ് മരുന്നും ഡോക്ടറുമെല്ലാം. ഇതുപോലെ മലക്കുകൾ അല്ലാഹു തആല സഹായത്തിന് വെച്ച നിമിത്തങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അതേ, ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം ജനങ്ങൾക്ക് കാവൽ നൽകുന്ന മലക്കുകൾ ഉണ്ട്. അപ്പൊ കാവലിന് അല്ലാഹു തആല മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ മുഖേനയുള്ള സഹായം അതല്ലേ ബദർ യുദ്ധത്തിൽ അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞു, അതേ, മിനൽ മലായികത്തി മുസവ്വിമീൻ ബിഖംസത്തി ആലാഫിൻ മിനൽ മലായിക, 5000 മലക്കുകളെ ഇറക്കി അള്ളാഹുവിന്റെ സഹായം അള്ളാഹു എത്തിച്ചു കൊടുത്തു. അവിടെ ഒരു വിവരമില്ലാത്ത ഒരാള് പറയാണെന്ന് വിചാരിക്കുക. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രസംഗകൻ, അദ്ദേഹത്തിന് അറിവില്ലാത്തതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ഇൽമു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് അയാൾ കയറിയെത്തിയിട്ടുണ്ടാകാം, പക്ഷെ അയാൾ ഇൽമു പഠിച്ചിട്ടില്ല.
അദ്ദേഹത്തോട് നമുക്ക് വിരോധമൊന്നുമില്ല, സഹതാപുണ്ട്. ഇൽമു പഠിച്ചില്ലല്ലോ എന്നുള്ള സഹതാപുണ്ട്. പഠിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത്തരം വാക്കുകൾ പറയുകയില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം രണ്ടാമത് പറഞ്ഞ എന്താണ്? നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിൻ്റെ ആളാ, ഇടയാളന്മാർ വേണ്ടെന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത്. അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? അദ്ദേഹം അതിനെ സംബന്ധിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആയത്തറിയാമോ? ഹദീസ് അറിയാമോ? ഞാൻ പറയട്ടെ, 20ഓളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. 20ഓളം ഖുർആനിലെ ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ച 20ഓളം ആയത്തുകൾക്കെതിരാണ് പറഞ്ഞ ആശയം. ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നില്ല. ഞാൻ നാളെ ഇൻഷാ അല്ലാഹ് സിറാജുൽ ഹുദയിൽ ദിക്ർ ഹൽഖയുണ്ട്. ആ ദിക്ർ ഹൽഖയിൽ വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നാളെ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഓർക്കണം, അള്ളാഹുവിന്റെ മലക്കുകൾ, ആ മലക്കുകളിൽ ഏതെല്ലാം വിധത്തിലുള്ള മലക്കുകളുണ്ട്. അള്ളാഹ് പറയുന്നു യഹ്ഫദൂനഹു മിൻ അംരില്ലാ, ജനങ്ങൾക്ക് കാവൽ നൽകുന്ന മലക്കുകൾ ഉണ്ട്. അള്ളാഹുവിന് എന്താണ് സ്വന്തം തന്നെ കാവൽ കൊടുക്കാൻ കഴിയൂലേ? മലക്കുകൾ അള്ളാഹുവിന് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടായിട്ടല്ല. അള്ളാഹുവിന്റെ സുന്നത്ത് എന്ന് പറയും നടപടി, അള്ളാഹുവിന്റെ നടപടി രീതിയാണത്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിന്റെ നടപടിക്ക് മാറ്റമുണ്ടാവില്ല. അള്ളാഹുവിന്റെ നടപടിയാണ്. അവൻ ചിലരെ ബഹുമാനിക്കുന്നു, ആ ബഹുമാനിച്ചവർ മുഖേന ഇവിടെ കാവൽ നൽകുന്നു. അങ്ങനെ കാവലിന് വേണ്ടി അള്ളാഹു തആല മലക്കുകളെ നിശ്ചയിച്ചു എന്ന് ഖുർആൻ പറയാൻ. ഇനിയും നിങ്ങൾക്ക് കാണാം പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുമിനൂന ബിഹി. അർശ് ചുമക്കുന്ന മലക്കുകൾ ഉണ്ട്. ആ മലക്കുകൾ അവർ അല്ലാഹുവിനെ പുകഴ്ത്തി പറയുന്നു, അല്ലാഹുവിനെ സ്തുതിച്ച് പറയുന്നു. വയുമിനൂന ബിഹി, അല്ലാഹുവിൽ അവർ നന്നായി വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നെ അവർ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ്? വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, ഈമാനുള്ളവർക്ക് വേണ്ടി പടച്ചവനോട് അവർ റെക്കമെൻഡ് ചെയ്യുന്നു. മലക്കുകൾക്ക് അല്ലാഹു കൊടുത്ത ഡ്യൂട്ടിയാണ്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. പടച്ചവന് റെക്കമെൻഡിന്റെ ആവശ്യമുണ്ടോ? ഇത് പടച്ചവൻ തന്നെ നിശ്ചയിച്ച ഒരു രീതിയാണ്. മലക്കുകൾ എന്നോട് പറയുക, പടച്ചവനെ നീ ആ മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് മലക്കുകൾ പറയുക. പറയുമ്പോൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുക. അല്ലാഹു വെച്ച ഒരു രീതിയാണ്. അവിടെ മധ്യവർത്തി വേണ്ടാന്നുണ്ട് കാര്യമുണ്ടോ? പടച്ചവൻ മധ്യവർത്തിയെ നിശ്ചയിച്ചില്ലേ? അല്ലാഹു തആല മലക്കുകളെ നിശ്ചയിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു അത് എങ്ങനെയാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് എന്നാണ് ശേഷം പറയുന്നത്. റബ്ബനാ വസഅത കുല്ല ശൈഇൻ റഹ്മതൻ വ ഇൽമാ. അവർ അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്നു. ആദ്യം അള്ളാഹുവേ, നിന്റെ കാരുണ്യവും നിന്റെ അറിവും, എല്ലാ വിഷയങ്ങളും നീ അറിയുന്നു. നിന്റെ കാരുണ്യം ഏത് വസ്തുവിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക്. അള്ളാഹുവേ, നീ പാപമോചനം നടത്തിയ ആളുകൾക്ക്, അതുപോലെ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക്, വത്തബഉ സബീലക്, നിന്റെ മാർഗം പിന്തുടരുന്നവർക്ക് നീ പാപം പുറത്തു കൊടുക്കണേ. വഖിഹിം അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്ന് നീ അവരെ കാക്കണേ. സൂറത്ത് ഗാഫിറിന്റെ 7ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു തആല മുഅ്മിനീങ്ങളെ പാപം പൊറുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ അതിനുവേണ്ടി തന്നെ മധ്യവർത്തികളെ നിശ്ചയിച്ചിരിക്കുകയാണ്. മലക്കുകൾ അങ്ങനെ മധ്യവർത്തികളായി പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യുന്നു. ഇനിയോ എത്രയെത്ര ആയത്തുകളാണ് ലോകത്ത് അമ്പിയാക്കൾ പഠിപ്പിച്ച ആശയം. ആ ആശയത്തിനെതിരായി ഒരാളും സംസാരിക്കരുത്, ആരും സംസാരിക്കരുത്. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിന്തുണക്കുന്നവരും അല്ലാത്തവരുമായ പലരും അതിൽ പ്രതിഷേധമറിയിച്ചതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ പ്രതിഷേധം അറിയിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് വിഷയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അയാളെ നന്നാക്കിയെടുക്കാനല്ലേ ശ്രമിക്കേണ്ടത്? അദ്ദേഹത്തിന് അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് വ്യഭിചാരത്തിന് അനുമതി ചോദിച്ച വ്യക്തിയെ നബി സല്ലല്ലാഹു നിങ്ങൾ വിരട്ടിയില്ലല്ലോ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി പറഞ്ഞു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തെ പോലെ തെറ്റിദ്ധരിച്ചു പോയ ആളുകളെയും സംസ്കരിച്ചെടുക്കാനാണല്ലോ പണ്ഡിതന്മാര് പരിശ്രമിക്കേണ്ടത്. ആ ഡ്യൂട്ടി പണ്ഡിതന്മാര് നടത്തണം. ഞാനിവിടെ സാഹിത്യോത്സവിന്റെ അനുബന്ധിച്ചുള്ളൊരു പരിപാടിയായതുകൊണ്ട് പറയാൻ, നമ്മുടെ കുട്ടികൾ നന്നായി പ്രസംഗം പഠിക്കണം. ആ പ്രസംഗം മറ്റൊരാളെ ചീത്ത വിളിക്കുന്ന പ്രസംഗമല്ല, വേറൊരാളെ കുറ്റം പറയുന്ന പ്രസംഗമല്ല.
വേറൊരാളെ നിന്ദിക്കുന്ന പ്രസംഗമല്ല, പരിഹസിക്കുന്ന പ്രസംഗമല്ല, മറിച്ച് കാര്യം വ്യക്തമായി മനസ്സിലാക്കി ഖുർആനും ഹദീസും ഉദ്ധരിച്ച് ജനങ്ങളെ സംസ്കരിക്കുന്ന പ്രസംഗം നടത്താൻ നമുക്ക് സമൂഹത്തിൽ ധാരാളം ആളുകൾ ഉണ്ടാകണം. അവർ കാര്യമായി വിവരങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞുപോയ അമ്പിയാക്കൾ, ആ അമ്പിയാക്കളുടെ ജീവിതം എടുത്തു നോക്കിയാൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരൊക്കെ പറഞ്ഞ വാക്കുകൾ ഖുർആനിൽ കാണാം. സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും എന്ന് അമ്പിയാക്കൾ പറയാൻ. അതെന്തേ പഠിച്ചവന്റെ അടുക്കൽ റെക്കമെൻഡിന്റെ ആവശ്യമില്ല എന്നല്ല അമ്പിയാക്കൾ പഠിപ്പിച്ചത്. തെറ്റ് വന്നുപോയ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. നമുക്ക് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ യൂസുഫിന്റെ 98-ാമത്തെ ആയത്തിൽ കാണാം. വേറൊരു സ്ഥലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് കാണാം, സലാമുൻ അലൈക് സഅസ്തഗ്ഫിറു ലക റബ്ബി. അതേ, നിന്നെ ഞാൻ എറിയുമടാ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അടുത്ത ബന്ധു ഭീഷണിപ്പെടുത്തിയപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, നിങ്ങളുമായിട്ട് ഈമാനും സൽക്കർമ്മവും ഉള്ളവരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. അത്തരം ആളുകൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആല ഉത്തരം കൊടുക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. പക്ഷേ അമ്പിയാക്കൾക്കടക്കം അല്ലാഹു തആല നിർദ്ദേശം നൽകി, ഈമാനുള്ളവർക്ക് മാത്രമേ പാപം പൊറുക്കാൻ വേണ്ടി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പിന്നീട് അല്ലാഹു തആല നിർദ്ദേശം നൽകി. അതുകൊണ്ട് അതിനുശേഷം ഒരു നബിയും മുഅ്മിനീങ്ങൾക്കല്ലാതെ പാപമോചനത്തിന് വേണ്ടി റെക്കമെൻഡ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഖുർആൻ നോക്കിയാൽ കാണാം, പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഉറപ്പിക്കണം. ഏറ്റവും അടിസ്ഥാനപരമായ ആശയമാണല്ലോ അത് പറഞ്ഞ ഉടനെ അല്ലാഹു പറയാണ്, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഓ നബിയെ, തങ്ങൾക്ക് പാപം വരാതിരിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ അങ്ങയുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരിൽ വല്ല തെറ്റുകളും സംഭവിച്ചെങ്കിൽ അത് പുറത്തു കിട്ടാൻ വേണ്ടി, വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാരും ഈമാനുള്ള സ്ത്രീകളും അവർക്ക് അല്ലാഹു ദോഷം പൊറുക്കാൻ വേണ്ടി തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണം എന്ന് ഖുർആനിൽ അല്ലാഹു തആല നബിതങ്ങളോട് പറയാണ്. അപ്പൊ റെക്കമെൻഡ് വേണ്ടെന്നല്ല, ഖുർആനിൽ റെക്കമെൻഡ് വേണമെന്നാണ്. നബിതങ്ങളോട് തന്നെ കൽപ്പന, റെക്കമെൻഡ് ചെയ്യണം എന്നാണ്. ഇനിയും നിങ്ങൾക്ക് കാണാം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ആരെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ, അവർക്ക് ഈമാൻ ഉണ്ടെങ്കിൽ, അവർ പാപികളാണെങ്കിലും അവരുടെ സ്വഭാവം, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക്, തെറ്റ് ചെയ്തവർ തങ്ങളെ സമീപിക്കും. പടച്ചവന്റെ അടുക്കലേക്ക് അടയാളൻ വേണ്ട എന്ന് പറയുന്നവർ അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളാവൂല, മുഅ്മിനീങ്ങളാവൂല. അത് മുനാഫിക്കുകളുടെ ആശയമാണ് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. വലൗ അന്നഹും യളമു അൻഫുസഹും, അവരുടെ ശരീരത്തോട് അവർ അക്രമം ചെയ്തു പോയാൽ, അഥവാ തെറ്റ് ചെയ്തു പോയാൽ, ഫസ്തഗ്ഫിറുല്ലാഹ്, അവർ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കും. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് വന്ന് നബി തങ്ങളോട് ആ വിഷയത്തിൽ ആവലാതി ബോധിപ്പിച്ച്, എൻ്റെ അടുത്ത് അബദ്ധം പറ്റിപ്പോയി നബിയെ എന്ന് പറയുകയും, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും ചെയ്താൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവരായി അവർക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ ഖുർആൻ ഇവിടെ പറയുന്നത്, നബിതങ്ങളുടെ അടുക്കൽ ചെല്ലണം, നബിതങ്ങളുടെ അടുക്കൽ നിന്ന് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. അതിന്റെ പുറമെ നബിതങ്ങളോട് തന്നെ പൊറുക്കലിനെ ചോദിക്കാൻ ആവശ്യപ്പെടണം. എന്നിട്ട് നബിതങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം. ഇബ്നു കസീറിന്റെ തഫ്സീർ അടക്കം നോക്കിയാൽ ഞാനീ പറഞ്ഞ അർത്ഥം അതേ രൂപത്തിൽ തന്നെ കാണാവുന്നതാണ്. സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ ആയത്തിലാണ് ഈ കാര്യം പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് കാണാം, എത്രയെത്ര സുബ്ഹാനല്ലാഹ്, മക്കള് ബാപ്പാനോട് പറയാണ്, യാ അബാ നസ്തഗ്ഫിർ ലനാ ദുനൂബനാ. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് യാക്കൂബ് നബിയുടെ മക്കൾ ആവശ്യപ്പെടുകയാണ്, ബാപ്പ ഞങ്ങളുടെ ദോഷം പൊറുക്കാൻ വേണ്ടി അവിടുന്ന് ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ. ഇനിയും നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളുടെ സവിശേഷത പറഞ്ഞുകൊണ്ട് പറയാണ്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഖലീലൽ ഖൽബി ലം ഫളു മിൻ ഹൗലിക്. ഓ നബിയെ, തങ്ങൾ വളരെ ലളിതമായ മയമായ സ്വഭാവമുള്ള ആളാണ് അള്ളാഹുവിന്റെ റഹ്മത്തായതിനാൽ. അതുകൊണ്ട് തങ്ങളെങ്ങാനും കടുത്ത ഹൃദയക്കാരനായിരുന്നുവെങ്കിൽ ആളുകൾ പിരിഞ്ഞുപോയേനെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ഫഅഫു അൻഹും, നബിയെ തങ്ങൾ തെറ്റ് ചെയ്തു പോയവർക്ക് മാപ്പ് കൊടുക്കുക. അത് മാത്രം പോരാ, വസ്തഗ്ഫിർ ലഹും, തെറ്റ് ചെയ്തവരുടെ ദോഷം പൊറുക്കാൻ തങ്ങൾ അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുക. വസ്ആബിറുഹും ഫിൽ അംർ, എൻട്ടോ ശിഷ്യന്മാരോട് മുശാവറ ചെയ്യുക, കൂടിയാലോചന നടത്തുക.
സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. ഇനിയും നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ സവിശേഷത പറയുന്ന സ്ഥലത്ത് അവിടെയും അല്ലാഹ് പറയാണ്, ഇന്നല്ലദീന യസ്തദിനൂനക ഉലൈക അല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി ഫൈദസ്തദനൂക ലിബഅദി ശൈഇനിഹിം ഫഖദൽ ലിമൻ ശീത മിൻഹും വസ്തഗ്ഫിർ ലഹുമുല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിന്റെ 62-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, ആ നബിയെ തങ്ങളോട് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ സമ്മതം ചോദിച്ചു പോകുന്ന ആളുകൾ, അദബുകേട് കാണിക്കാത്ത ആളുകൾ സദസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും പിരിഞ്ഞു പോകുന്നില്ല. നബി തങ്ങളെ സമ്മതം കിട്ടിയാൽ പോകുന്നു. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് വസ്തഗ്ഫിർ ലഹുമുല്ലാഹ്, അവർക്ക് ദോഷം പൊറുക്കാൻ തങ്ങൾ റെക്കമെൻഡ് ചെയ്യൂ നബിയെ. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു തആല ദോഷം പൊറുത്തു കൊടുക്കുന്നവനാണ്. എന്തേ അല്ലാഹുവിന് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മധ്യവർത്തി ആകേണ്ട ആവശ്യമുണ്ടോ? അല്ലാഹുവിനെ അങ്ങ് പുറത്തു കൊടുത്താൽ പോരെ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് എന്ന് ഖുർആനിലില്ലേ? അതെ, അല്ലാഹ് അല്ലാതെ ആരാ ദോഷം പൊറുക്കുന്നത്? പക്ഷേ അവിടെ അല്ലാഹു തആല മധ്യവർത്തിയെ നിശ്ചയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധ്യവർത്തിയാകണം, എന്നിട്ട് എന്നോട് പറയണം, എന്നിട്ട് ഞാൻ പുറത്തു കൊടുക്കണം. ഇനിയും നിങ്ങൾക്ക് കാണാം പരിശുദ്ധ ഖുർആനിൽ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു സ്ഥലം, അവിടെയും നിങ്ങൾക്ക് കാണാം വസ്തഗ്ഫിർ ലഹുന്നല്ലാഹ്, ആ സ്ത്രീകൾക്ക് വേണ്ടി പടച്ചവനോട് തങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു തആല പുറത്തു തരുന്നവനാണ്, റഹ്മത്ത് ചെയ്യുന്നവനാണ്. ഇനിയും കാണാം നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളുടെ പ്രാർത്ഥന, റബ്ബി ഗ്ഫിർലി വലി അഖി. മൂസാ നബി അലൈഹി സ്വലാം പറയാണ്, എനിക്ക് പുറത്തു തരണേന്ന് മാത്രമല്ല എൻ്റെ സഹോദരനും പുറത്തു കൊടുക്കണേ, റെക്കമെൻഡ് ചെയ്യാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളാണ് റെക്കമെൻഡ് ആവശ്യപ്പെട്ടതും റെക്കമെൻഡ് ചെയ്യണമെന്ന് അല്ലാഹു തആല കൽപ്പിച്ചതും. ഇനിയും കാണാം റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീൻ. ഇബ്രാഹിം സൂറത്തിന്റെ 41-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം വഗ്ഫിർ ലി അബീ ഇന്നഹു കാന മിനൽ ളാലിൻ. ശുആറാ സൂറത്തിൽ കാണാം. ഇനിയും നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് പഠിപ്പിക്കുകയാണ്, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, നല്ല മനുഷ്യന്മാർ പിൽക്കാലത്ത് വന്നാൽ അവരുടെ സ്വഭാവം എന്താണ്? യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. ഞങ്ങൾക്ക് പുറത്തു തരണം പടച്ചവനെ, ഞങ്ങൾക്ക് മാത്രം പോരാ, ഞങ്ങളെ മുൻഗാമികളായ മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് റെക്കമെൻഡ് ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. ഇതുപോലെ ഈ എത്രയോ സ്ഥലങ്ങളിൽ സൂറത്ത് നൂഹ് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ളവർക്ക് വേണ്ടി അമ്പിയാക്കൾ അവർ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വാക്ക്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും. എല്ലാ അക്രമവും ചെയ്ത, എല്ലാ അസൂയയും കാണിച്ച സഹോദരന്മാരോട് എല്ലാ വിധത്തിലും അവിടുത്തെ കൊട്ടാരത്തിലെത്തിയപ്പോ യാതൊരു വിദ്വേഷവും കാണിക്കാതെ, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങൾക്ക് ആക്ഷേപമൊന്നുമില്ല, യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഇങ്ങനെ അമ്പിയാക്കളെ ജീവിതം എടുത്തു നോക്കിയാൽ, അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്കിയാൽ, അമ്പിയാക്കളോടുള്ള നിർദ്ദേശം നോക്കിയാൽ, അവിടെ എല്ലാം നമ്മൾ കാണുന്നത്, മുഅ്മിനീങ്ങളോടുള്ള നിർദ്ദേശം കാണുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡ് തേടണം. ഇതായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ സമീപത്ത് നിന്ന് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു അബൂ ജഅഫറിൽ മൻസൂർ എന്ന ഗവർണറോട് പറഞ്ഞത്, ഓ അബൂ ജഅഫറിൽ മൻസൂർ, വസ്തഗ്ഫിർഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബലിസ്തഖ്ബിൽഹു, നബി തങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നോളൂ, എന്നിട്ടോ ആ നബിതങ്ങളോട് നിങ്ങൾ റെക്കമെൻഡ് തേടിക്കോളൂ എന്ന് പറയാൻ കാരണം, അത് പറഞ്ഞതിന് ശേഷം ഈ ആയത്തായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തെളിവുദ്ധരിച്ചത്. ആകയാൽ സുഹൃത്തുക്കളെ, അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഉടനീളം പറയുന്ന ഒരാശയം. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അറിവില്ലാത്തതിൻ്റെ പേരിൽ പലരും, അവർ പല മേഖലയിലും പ്രവർത്തിക്കുന്നവരായിരിക്കാം, പക്ഷേ അവർക്ക് അറിവില്ല എന്ന ബോധമില്ലാത്തത് കൊണ്ട് നല്ല ആശയമാണെന്ന് വിചാരിച്ച് പലതിലും കുടുങ്ങിപ്പോവുകയാണ്. അവരെ സംബന്ധിച്ച് ഖുർആനിൽ പല ആയത്തുകളുണ്ട്. അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന. അല്ലാഹു തആല ഒരു സൂറത്തിൽ പറയാണ്, ബടക്ക് പ്രവർത്തനം അത് നല്ലതാണെന്ന് വിചാരിക്കുന്നവരെ കണ്ടില്ലേ? അത് പറഞ്ഞത് ആരെ പറ്റിയാണ്? അത് പുത്തൻവാദികളായ ഖവാരിജികളെ സംബന്ധിച്ചാണെന്ന് ഇമാം സാവിയുടെ തഫ്സീറിൽ കാണാം. ആ ഖവാരിജികളുടെ നേരെ പകർപ്പാണ് മുജാഹിദുകൾ എന്നും അതേ സാവിയിൽ തന്നെ കാണാം. ഓ സുഹൃത്തുക്കളെ, അതുപോലെ പരിശുദ്ധ ഖുർആനിൽ അതേ യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ഖവാരിജികളായ അലി റളിയല്ലാഹു അൻഹു വെട്ടിക്കൊന്നു കളഞ്ഞ കക്ഷികൾ നിങ്ങൾക്കറിയാമല്ലോ. അലി റളിയല്ലാഹു അൻഹുവിനെ റമദാൻ 17 സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ, പള്ളിയിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് തലവെട്ടി കൊന്നു കളഞ്ഞു.
അത് ഖവാരിജുകൾ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ തീവ്രവാദികളായിരുന്നു. ആ ഖവാരിജുകൾ അവരുടെ വാദം എന്തായിരുന്നു? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത മുശ്രിക്കാണ് എന്നായിരുന്നു. ആ വാദപ്രകാരമാണ് അവർ വെട്ടിക്കൊന്നത് അലി റളിയല്ലാഹു അൻഹുവിനെ. അത് റമദാൻ 17-നാണ്. ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ അടുത്തൊരു പ്രസംഗത്തിൽ അതേ പറഞ്ഞിരുന്നു, ഈ ഷിയാക്കളെ ആചാരമൊന്നും നമുക്ക് പറ്റൂല. ഷിയാക്കളുടെ ആചാരത്തിൽപ്പെട്ടതാണ് മുഹറം 10 ആവുമ്പോൾ യാ ഹുസൈൻ എന്ന് വിളിച്ചിട്ട് ദുഃഖം പ്രകടിപ്പിക്കുന്ന ആശയം. അത് മുസ്ലിമീങ്ങൾക്ക് പറ്റൂല, പച്ച ഹറാമാണ് എന്ന് ഞാൻ ബിഗിയത്തുൽ മുസ്തർശിദീൻ എന്ന കിതാബിന്റെയും സവായിഖുൽ മുഹരിഖയുടെയും പല കിതാബുകളും ഉദ്ധരിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു മുജാഹിദ് മൗലവി ചോദിക്കുകയാണ്, എന്താ അന്നങ്ങ് വിളിച്ചുവിട്ടാൽ എന്താ എന്നാണ് അയാളുടെ ചോദ്യം. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. അവരെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് തന്നെ യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന എന്നാണ്, കബളിപ്പിക്കുന്നവർ എന്നാണ്. ആളുകളെ പറഞ്ഞ് കബളിപ്പിക്കുക. അങ്ങനെ കബളിപ്പിക്കുന്നതിൽപ്പെട്ട ഒരാശയമാണ് മധ്യസ്ഥൻ വേണ്ട, മധ്യവർത്തി വേണ്ട എന്നൊക്കെ പറയുന്ന ആശയം. ജനങ്ങളെ കബളിപ്പിക്കാൻ, ആ കബളിപ്പിക്കലിൽ പെട്ടുപോയ സാധാരണക്കാർ അവർ ചിന്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർ ഖുർആൻ പഠിക്കണം, ഖുർആന്റെ ആശയം പഠിക്കണം. ഖുർആൻ പഠിക്കാതെ ആരോ പറയുന്നത് കേട്ട് അവരും അത് ആവർത്തിച്ച് കിട്ടുന്ന വേദികളിലൊക്കെ പറയുന്നവരായി തരം താഴ്ന്നു പോകാൻ പാടില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ഷിയാക്കൾ അവരോട് ഇബ്നു കസീർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിൽ വേദനയുള്ളവരാണ് മുസ്ലിമീങ്ങൾ മുഴുവനും. പക്ഷേ ദുഃഖം പ്രകടിപ്പിക്കുക എന്നത് ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ട് തന്നെ മുഹറം 10 നെഞ്ഞത്തടിക്കാനോ അല്ലെങ്കിൽ അതേ പറിച്ചു കീറാൻ, കുപ്പായം പറിച്ചു കീറാനോ ഡ്രസ്സ് മാറ്റാനോ ചായം കൊടുക്കാനോ അതുപോലെ സാധാരണ ഇല്ലാത്ത ഒരു പ്രവൃത്തിയും നടത്താൻ അവർ തയ്യാറാവില്ല. കാരണം പ്രകടനം ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അന്ന് യാ ഹുസൈൻ എന്ന് പറഞ്ഞ് പാട്ടുപാടാനും ഒരു മുസ്ലിമിനെയും കിട്ടൂല. അത് ഇമാമിങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരു വിഭാഗത്തോട് ഒരുത്തൻ തുല്യമായാൽ അവൻ അവനിൽപ്പെട്ടവനാ. അപ്പൊ റാഫിളത്ത് എന്ന് പറയുന്ന സഹാബത്തിന്റെ വിരോധികളായ ഷിയാക്കളെ പട്ടികയിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ പാടില്ല. പണ്ഡിതന്മാരെ കർത്തവ്യം എന്താണ്? അവർ ശരിക്ക് ദീന് പറയണം. അവിടെ ആരെയും ഭയപ്പെടാൻ പറ്റൂല. അത് ഏത് ഗ്രൂപ്പിൽപ്പെട്ടവർ ചെയ്താലും ഗ്രൂപ്പിൽ പെടാത്തവർ ചെയ്താലും ആര് ചെയ്താലും തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരവാദികളാണ്. ഇത് അന്ത്യനാളാണ്. അസ്റാത്തു സാഅത്ത് ഖിയാമനാളിന്റെ ലക്ഷണമാണ് വയദ്ഹറൽ ജഹ്ലു, വിവരക്കേട് വെളിച്ചത്ത് വരും എന്നത്. വിവരക്കേട് വെളിച്ചത്ത് വരുമ്പോൾ പണ്ഡിതന്മാരും ഉണ്ടായിരിക്കാൻ പറ്റൂല. പണ്ഡിതന്മാർ ഉള്ളതുപോലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് കക്ഷി ആരാണെന്ന് നോക്കിയിട്ടല്ല നമ്മൾ മതത്തിന്റെ വിഷയം സംസാരിക്കുക, മറിച്ച് വിഷയം എന്താണെന്ന് നോക്കിയിട്ടാണ് സംസാരിക്കുക. ഇരിക്കട്ടെ, മഹാനായ അലി റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പയാണ്. അലി റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ബഹുമാനമുള്ള ആളാണ്. എന്നാൽ ആ അലി റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെട്ടു പോയ റമദാൻ 17-ന് എന്തേ ഈ ഷിയാക്കൾ നെഞ്ഞത്തടിക്കാത്തത്? എന്തുകൊണ്ടാണ് ഷിയാക്കൾ നെഞ്ഞത്തടിക്കാത്തത്? എന്തുകൊണ്ടാണ് അന്ന് അവരുടെ കോപ്പിരാട്ടികൾ കാണിക്കാത്തത്? മഹാനവറുകൾ വീണ്ടും ചോദിക്കുകയാണ്. അതിന്റെ പുറമെ അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ ബഹുമാനമുള്ള ആളല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തല അറുക്കപ്പെട്ടു പോയ മഹാനല്ലേ? ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ എന്തുകൊണ്ടാണ് ഷിയാക്കൾ ദുഃഖപ്രകടനം നടത്താത്തത്? വീണ്ടും ചോദിക്കുകയാണ്. അതിനേക്കാൾ ബഹുമാനമുള്ള ആളല്ലേ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? സുബഹിന്റെ ജമാഅത്തിന് ഇമാമായി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബൂലുഹത്തിന്റെ കുത്തുകൊണ്ടല്ലേ മരണപ്പെട്ടു പോയത്? അതിന്റെ പേരിൽ എന്തേ ദുഃഖപ്രകടനം നടത്താത്തത്? ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോ വഫാത്തായ സമയം മാത്രം, ഷഹീദായ സമയം മാത്രം, ഷഹീദാവുക എന്നുള്ളത് അള്ളാഹു കൊടുത്ത വലിയൊരു ബഹുമാനമാണ്, വലിയൊരു ആദരവാണ്, വലിയൊരു സ്ഥാനമാണ്. ആ സ്ഥാനം കിട്ടിയതിന്റെ പേരിൽ അന്നത്തെ ദിവസം അവരെന്താണ് ദുഃഖപ്രകടനം നടത്തിയിട്ട് ഇസ്ലാമിലില്ലാത്ത കർമ്മങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് ഇബ്നു കസീറിന്റെ ചോദ്യം. വളരെ അർത്ഥവത്തല്ലേ ആ ചോദ്യം? ഞാനിപ്പോഴതിനെ കടന്ന് സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആര് തെറ്റ് പറഞ്ഞാലും തെറ്റാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മുഅ്മിനീങ്ങളുടെ ആശയം, ഞാൻ അവരുടെ ആളാണ്, ഞാൻ അതിന്റെ ആളാണ് എന്നൊരാൾ പറയുമ്പോൾ ആ ആശയം എന്തിൻ്റെതാണെന്ന് പഠിക്കണം. ആ ആശയം എന്തിൻ്റെതാണെന്ന് പഠിക്കണം. മുനാഫിക്കുകളുടെ ആശയമാണ് അള്ളാഹുവിന്റെ റസൂൽ റെക്കമെൻഡിന് വേണ്ട എന്ന ആശയമെന്ന് പച്ചയായി ഖുർആൻ പറഞ്ഞതാണ്. സൂറത്തുൽ മുഅ്മിനൂൻ എന്നൊരു സൂറത്തുണ്ട് ഖുർആനില്. അതിൽ മുഅ്മിനീങ്ങളെ ലക്ഷണമാണ് പറയുന്നത്. സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട് ഖുർആനില്. വെള്ളിയാഴ്ച രാത്രി ഇശായിനും അതുപോലെ തന്നെ ഒക്കെ ഓതൽ സുന്നത്തുള്ള സൂറത്ത്. ആ സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്,
വൈദാ ഖീല ലഹും യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് മുനാഫിക്കുകളോട്, കപടവിശ്വാസികളോട് പറയപ്പെട്ടാൽ അവരുടെ സ്വഭാവം എന്താണ്? അവര് തലയങ്ങ് തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂന, അതിനെ തടയുന്നവരായി നിങ്ങൾക്ക് ആ മുനാഫിക്കുകളെ കാണാൻ സാധിക്കും. വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കാരികളാണ്. അങ്ങനെ ഒരു മുഹമ്മദ് നബിന്റെ റെക്കമെൻഡ് ഒന്നും വേണ്ട, മധ്യവർത്തി വേണ്ട, ഇടയാളൻ വേണ്ട എന്ന് പറയുന്ന അഹങ്കാരമാണ് അവർക്ക്. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും, അത്തരം ആളുകൾക്ക് നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ പോലും അവരെ നമ്മൾ സ്വീകരിക്കൂല. തങ്ങൾ റെക്കമെൻഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർ ഈമാനിലേക്ക് തിരിച്ചു വരാതെ, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. അല്ലാഹ് പുറത്തു കൊടുക്കണമെങ്കിൽ മുഅ്മിനീങ്ങളെ ആളാകണം. മുഅ്മിനീങ്ങളെ സ്വഭാവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡ് തേടലാണ്, നബി തങ്ങൾ മധ്യവർത്തിയാണെന്ന് വിശ്വസിക്കലാണ്. അങ്ങനെ ഖുർആനിൽ ഉടനീളം പഠിപ്പിച്ച ഒരാശയം, ആ ആശയത്തെ ചോദ്യം ചെയ്യുന്നവർ അവർക്കറിവില്ലാത്തത് കൊണ്ടാണ്. അവരോട് നമുക്ക് കംപ്ലൈന്റ് ഇല്ല, പ്രതിഷേധമല്ല, സഹതാപമുണ്ട്. എല്ലാവരും പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് പറയാണ്, മഴയില്ലാത്തത് കൊണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് പോയി. എന്നിട്ട് നബി തങ്ങളോട് ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് മഴ വാങ്ങിത്തരടേ എന്ന് ഖബറിന്റെ സമീപത്ത് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് 100% അംഗീകാരം കൊടുക്കുകയാണ്. അതൊരു കറാഹത്താണെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിക്കൂല. കാരണം നിസ്കരിച്ച സദസ്സിൽ നിന്ന് ദിക്റും ദുആയും നടക്കുന്നതിന് മുമ്പ് ഒരാൾ എഴുന്നേറ്റ് നിന്ന് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ 2 ചുമരും പിടിച്ചിട്ട് ഇരിക്കടോ അവിടെ എന്ന് പറഞ്ഞ ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു കറാഹത്ത് ചെയ്യാൻ അനുവദിക്കൂല. ആ ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ ഖബറിന്റെ സമീപത്ത് എന്ന് ഞാൻ നബി തങ്ങളോട് മഴയ്ക്ക് വേണ്ടി തേടി എന്ന് പറയുമ്പോൾ, മഴ വാങ്ങിത്തരാൻ വേണ്ടി തേടി എന്ന് പറയുമ്പോൾ അതിന് 100% അംഗീകാരം കൊടുക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് ഇസ്തിഗാസക്ക് തെളിവായി മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ ഇലാഹിൽ ഉദ്ധരിച്ചത്, അതുപോലെ തന്നെ മറ്റു ചില ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചത്. എന്ന് മാത്രമല്ല, ഈ ഹദീസ് സഹീഹാണെന്ന് ഇബ്നു കസീറാണ് രേഖപ്പെടുത്തിയത്, ഇബ്നു ഹജർ അസ്ഖലാനിയാണ് പറഞ്ഞത്. ലോകത്തുള്ള എല്ലാ ഹദീസ് പണ്ഡിതന്മാരും അത് സഹീഹാണെന്ന് പറഞ്ഞു. അപ്പൊ ആകയാൽ വഫാത്തിന്റെ ശേഷവും വഫാത്തിന് മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി കണ്ടവരാണ് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും, ലോകത്തുള്ള മുഴുവൻ ഇമാമീങ്ങളും. ആ ഇമാമീങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഖുർആൻ എന്താണെന്നറിയാതെ, ഖുർആനിന്റെ തഫ്സീറുകൾ അറിയാതെ, ഹദീസുകൾ അറിയാതെ ഇമാമീങ്ങളും മശായിഖന്മാരൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ ആളാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നത് അറിവുകേടാണ്. ഇനിമേലിൽ അത്തരം അറിവുകേട് ഒരാളും, രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും പാർട്ടിയിൽ ഇല്ലാത്തവരാണെങ്കിലും അത്തരം അറിവുകേട് വിളമ്പരുത് എന്നും, അറിവുള്ളവരോട് ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ എന്ന് ചോദിക്കൂ നബിയെ. ഒരിക്കലും തുല്യമല്ല. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ആലിമീങ്ങളാണ്, പണ്ഡിതന്മാരാണ്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കൂ. ഇങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളിൽ സംശയങ്ങളുള്ളവർ അവരെ സംശയം തീർക്കുകയല്ലാതെ അവർ കിട്ടുന്ന വേദികളിൽ ശൈഖന്മാരെയും ഇമാമീങ്ങളെയും അതേ താഴ്ത്തി സംസാരിക്കുകയും അതുപോലെ തന്നെ ഞാൻ ഇടയാളൻ വേണ്ട എന്ന അഭിപ്രായക്കാരനാണ് എന്നതൊരു വലിയ മാന്യതയാണ് എന്ന് മനസ്സിലാക്കി പറയുകയും ചെയ്യരുത് എന്ന് വിനയപൂർവ്വം ഞാൻ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അവർ ആലോചിക്കണം, അറിവില്ലാത്തത് പറയരുത്, അറിവുള്ളതേ പറയാവൂ. അറിവില്ലാത്ത ജനങ്ങൾ അവരെ പിഴപ്പിച്ചിട്ടുണ്ടാകാം. ഒരറിവുമില്ലാത്ത മൗലവിമാര് എത്രയോ സാധുക്കളായ ആളുകളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവർ അവരുടെ അറിവുകേട് വലിയ അറിവാണെന്ന് വിചാരിച്ച് ഖുർആൻ പറയുന്നത് പോലെ യസ്സബൂന അന്നഹും യസ്നൂന സുൻആ, ഞങ്ങളിത് വലിയ സൽക്കർമ്മമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അവർ പോയി അബദ്ധത്തിൽ ചാടുകയാണ്. അങ്ങനെ അബദ്ധത്തിൽ ചാടിയവരാണ് അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടിക്കൊന്നത്. അവർ വിചാരിച്ചത് ഒരു സൽക്കർമ്മമാണ്, അലി റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത മുശ്രിക്കാണ്, അയാൾ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ നല്ലതാണ് എന്ന് വിചാരിച്ചു. അവരെ പറ്റിച്ചത് ആ ഖവാരിജിന്റെ നേതാക്കളായ ആളുകളാണ്. അതിൽ പെട്ടുപോയവനാണ് അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞത്. അങ്ങനെയുള്ള
തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കോ തീവ്രവാദ ശൈലിയിലേക്കോ തീവ്രവാദ ആശയത്തിലേക്കോ ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പുത്തനാശയത്തിലും ജനങ്ങൾ പെട്ടുപോകരുത്. അതിന് ഇവിടെ നിരന്തരം പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം.